ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചമ്മ ഇത്തിരി വന്ന് എന്നെ ഒന്ന് സഹായിക്കുമോ? ഇത്തിരി തേങ്ങ ഇത്തിരി ഇട്ടാൽ ഞാൻ ഇങ്ങനെ ഇത് ചുറ്റിക്കുമ്പോൾ അമ്മ ഇത്തിരി തേങ്ങയും കൂടെ ഇട്ട് തന്നാൽ കറി ഞാൻ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ പിള്ളേർക്കും കൊടുക്കാം. കുറെ ദിവസം ആയില്ലേ. അപ്പോ ഇടിയപ്പം പിഴിയാനായി മക്കളെ നിനക്കറിയാമല്ലോ, എനിക്ക് ഇടിയപ്പം പിഴിയാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. നീ പോയി വല്ലതും ചെയ്യണമെങ്കിൽ ചെയ്യ്. ഇടിയപ്പൊക്കെ പിഴിയാൻ എന്തിനിപ്പോ നിക്കണത്? തേങ്ങ മാത്രം ഇട്ടാൽ മതി. ഇത് പിടിക്കണതും ചുറ്റിക്കണതും ഒക്കെ ഞാൻ ചെയ്തോളാം. അപ്പൊ പെട്ടെന്ന് റെഡിയാക്കി ഓരോ തട്ടിലെ 2 ഇഡലി തട്ടില്ലേ, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. തിരി വാമ്മ. ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ മറന്നു. ഞാൻ ഇന്ന് എനിക്ക് ഗോമതിയുടെ വീട്ടിലോട്ട് പോണോടി. അപ്പൊ എനിക്കൊരു ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ പോകണം. അപ്പൊ ഇവിടെ പിഴിഞ്ഞോണ്ട് നിന്നാലും എനിക്ക് നേരമില്ല. തേങ്ങ ഇടാനായാലും നേരം വേണ്ടേ. ഞാൻ അങ്ങോട്ട് പോവേണേ. അയ്യോ, ഇത്രയും നേരം പോകണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് എവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ ഇറങ്ങാൻ പോണത്. അത് മാത്രമല്ല, ഞാൻ ഗോമതിയുടെ അടുത്താണ് ഇന്നത്തെ കാപ്പിയൊക്കെ കുടിക്കണത്. അപ്പൊ പിന്നെ ഇവിടെ നിൽക്കണ്ടല്ലോ, അവിടെ ചെന്ന് ഞാൻ അങ്ങ് കഴിച്ചോളാം. ഓ, അപ്പൊ കാപ്പി കുടിക്കണില്ലേ? കാപ്പി അവിടെ നിന്നാണ് കുടിക്കണത്. ഓ, പിന്നെ അമ്മ പെട്ടെന്ന് പിന്നെ ഇറങ്ങിപ്പോ. അതാണ് നല്ലത്. അവിടെ ചെന്ന് കാപ്പിയൊക്കെ കുടിക്കാല്ല. ഓ ശരി. അവള് പോയാ? കാപ്പി കുടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എങ്കിൽ ഇവിടെ നിന്ന് ഇത്തിരി ഇടിയപ്പൊക്കെ കഴിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. ഇനി ആ ഗോമതി അവളെ വീട്ടിൽ വല്ല പഴങ്കഞ്ഞിയ വല്ലോ ആയിരിക്കും. മര്യാദയ്ക്ക് കഴിച്ചിട്ട് പോയാൽ മതിയായിരുന്നു.